വെൽക്കംസ് ടു ആമീസ് ഫാം. നമ്മൾ ഇന്ന് തൊട്ടിട്ട് 7th സ്റ്റാൻഡേർഡിൻ്റെ ക്ലാസ് ആമീസ് ഫാമിൽ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കേട്ടോ. നമ്മൾ മുൻപ് തന്നെ വാട്സപ്പ് ഗ്രൂപ്പിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ വീഡിയോസിലും. അതിൻ്റെ കാര്യം കൺഫർമേഷനിലെത്തിയിട്ടില്ല. നിങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നതനുസരിച്ചായിരിക്കും നമ്മളതിൻ്റെ കൺഫർമേഷൻ അറിയിക്കുക. അതുവരെ നമ്മുടെ ഇതിൽ ക്ലാസ്സസ് ഉണ്ടായിരിക്കും. ഒരു ഡേ 3 വീഡിയോ വെച്ച് അപ്ലോഡ് ചെയ്യണമെന്നാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. 2 വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ് ഏതെങ്കിലും 2 സബ്ജക്റ്റ് നമ്മൾ ഒരു ദിവസം എടുക്കും. അതുകൂടാതെ 3rd വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ വിക്ടേഴ്സിലെ നിങ്ങൾക്ക് ഏത് ക്ലാസ് ആണോ അതിനോടനുബന്ധിച്ച് ആ ക്ലാസ് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ, അതിൻ്റെ ഒരു ഡെഫിനേഷൻ ആയിരിക്കും നമ്മളൊരു വീഡിയോയിൽ ഇടാൻ പോകുന്നത്. ആ വീഡിയോ ഈവനിങ് ആയിരിക്കും ഇടുക. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ വരികയാണെങ്കിൽ ഏത് വീഡിയോസിൻ്റെ താഴെ നിങ്ങൾക്ക് കമൻസ് ആയിട്ട് ചോദിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ തൊട്ട് മുൻപ് യെസ്റ്റർഡേ ഞാൻ നല്ലൊരു വീഡിയോ ഇട്ടിരുന്നു. അതിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ലേണിംഗ് എക്സലൻസ് റെക്കോർഡിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ, ചിലയിടത്ത് ചില ക്വസ്റ്റ്യൻസൊക്കെ മിസ്സായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ തരാനായിട്ട് നിങ്ങളോട് താഴെ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു 3-4 കമൻറ്റ്സ് ഞാൻ കണ്ടിട്ടുള്ളൂ. ബാക്കി കമൻറ്റ്സൊക്കെ ആ ഇട്ടിരിക്കുന്ന ഓരോ വീഡിയോസിൻ്റെ താഴെ. അപ്പോൾ നമുക്ക് ഒരുപാട് കമൻറ്റ്സ് ഉള്ളതുകൊണ്ട് അത് കവർ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാരെ ഇന്നലെ ഇട്ട ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് അതിന് താഴെ കമൻറ്റ്സ് ഒന്ന് ഇട്ടോളൂ കേട്ടോ. നിങ്ങൾക്ക് ഏതൊക്കെ ഡൗട്ട്സ് ഉണ്ടോ, ഏത് പോർഷൻസ് ആണ് മിസ്സിംഗ് ഉള്ളെങ്കിൽ അതിന് താഴെ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും അതിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്യാം. സൺഡേ ഒഴിച്ച് നമുക്ക് ബാക്കി എല്ലാ ഡേയ്സിലും ക്ലാസ്സസ് ഉണ്ടായിരിക്കും. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്ന് അതത് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യൂണിറ്റ് 1 നാച്ചുറൽസ് പ്ലൻറ്റി. അപ്പോൾ യൂണിറ്റ് 1ൻ്റെ പേരാണ് നാച്ചുറൽസ് പ്ലൻറ്റി. നാച്ചുറൽ എന്ന് പറഞ്ഞാൽ എന്താ? പ്രകൃതി. പ്ലൻറ്റി എന്ന് പറഞ്ഞാൽ ധാരാളം. അതിലൊരു ക്വാട്ട് കൊടുത്തിട്ടുണ്ട്. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ക്വാട്ടാണ്. ലുക്ക് ഡീപ്പ് ഇൻ ടു നേച്ചർ ആൻഡ് ദെൻ യു വിൽ അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ് ബെറ്റർ. നിങ്ങൾ പ്രകൃതിയിലേക്ക് ആഴ്ന്നിറങ്ങി നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നന്നായി മനസ്സിലാവാൻ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ അർത്ഥം. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഒരു ക്വാട്ടാണ്. ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ലെറ്റ്സ് ബിഗിൻ. ഹിയർ ഈസ് എ ന്യൂസ് പേപ്പർ ക്ലിപ്പിംഗ്. റീഡ് ഇറ്റ് കെയർഫുള്ളി. ഇവിടെ ഒരു ന്യൂസ് പേപ്പറിൻ്റെ ഒരു ഭാഗമുണ്ട്. അത് നിങ്ങളോട് വായിക്കാനാണ് പറയുന്നത്. നാച്ചുറൽസ് ഡോട്ടർ, പ്രകൃതിയുടെ മകൾ. ജാർഖണ്ഡ് ഒരു സ്ഥലമാണ് കേട്ടോ. ലിവിങ് ക്ലോസ് ടു നേച്ചർ ഈസ് ലിവിങ് ലൈഫ് ഇൻ ഫുൾ എന്ന് പറഞ്ഞാൽ എന്താ? പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക അല്ലെങ്കിൽ പ്രകൃതിയോട് ക്ലോസ് ആയി ജീവിക്കുക എന്ന് പറയുന്നത് ഒരു പൂർണ്ണമായ ജീവിതം ജീവിക്കുന്നത് പോലെയാണ്. സൂര്യമണി സ്റ്റോറി വിൽ ഡെഫിനറ്റ്ലി ബി ആൻ ഐ ഓപ്പണർ ടു ദോസ് ഹൂ ഡെലിബറേറ്റ്ലി വോക്ക് അവേ ഫ്രം നേച്ചർ. പ്രകൃതിയിൽ നിന്ന് അകന്നു പോകുന്ന ആൾക്കാരോട് കണ്ണ് തുറക്കാനുള്ള ഒരു കഥയാണ് സൂര്യമണിയുടെ സ്റ്റോറി. ഡെലിബറേറ്റ്ലി എന്നുള്ളൊരു വാക്ക് നിങ്ങളവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ വാക്കിൻ്റെ അർത്ഥം മനഃപൂർവ്വം അകന്നു പോകുന്ന ആൾക്കാരുടെ കണ്ണ് തുറക്കാനുള്ള ഒരു സ്റ്റോറി. സൂര്യമണി ഈസ് എ ട്രൈബൽ നാച്ചർ ആക്ടിവിസ്റ്റ് ഹു ലവ്സ് ദ ഫോറസ്റ്റ് ആൻഡ് കൺസിഡർ ഇറ്റ് ഈസ് ഹെർ ഓൺ. അപ്പോൾ എന്താ പറയുന്നത്? സൂര്യമണി എന്ന് പറയുന്നത് ഒരു ട്രൈബൽ നാച്ചർ ആക്ടിവിസ്റ്റാണ്. കാടിൻ്റെ രീതിക്ക് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തക. ആൾക്ക് എന്തൊക്കെയാണ്? ഫോറസ്റ്റിനെ ഒത്തിരി ഇഷ്ടമാണ്. അതുമാത്രമല്ല ഫോറസ്റ്റിനെ കൺസിഡർ ചെയ്യുന്നത്, കാണുന്നത് എങ്ങനെയാണ്? ആസ് ഹെർ ഓൺ. ഓൺ എന്ന് പറഞ്ഞാൽ എന്താ? ഹെർ ഓൺ എന്ന് പറഞ്ഞാൽ എന്താ? അവളുടേതായിട്ട് അവൾ ആ ഫോറസ്റ്റിനെ കാണുന്നുണ്ട്. ഷീ ലവ്ഡ് ദ ഫോറസ്റ്റ് ആൻഡ് ന്യൂ ദാറ്റ് ഷീ കുഡ് ഡു സംതിങ് ടു സേവ് ഇറ്റ്. അപ്പോൾ അവൾക്ക് ഫോറസ്റ്റിനെ ഒത്തിരി ഇഷ്ടമാണ്. അതുമാത്രമല്ല ഈ ഫോറസ്റ്റിന് വേണ്ടിയിട്ട്, ഫോറസ്റ്റിനെ സേവ് ചെയ്യാൻ വേണ്ടി, സംരക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്നും അവൾ കരുതുന്നുണ്ട്. ഇൻ കോളേജ് ഷീ ബിക്കെയിം എ പാർട്ട് ഓഫ് ദ സേവ് ദ ഫോറസ്റ്റ് മൂവ്മെൻറ്റ്. കോളേജിൽ പഠിക്കുമ്പോൾ സേവ് ദ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാവാൻ അവൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. She went on nature walks with children on weekend, explaining that our survival is linked with the survival of the forest. അപ്പോൾ വീക്കെൻഡ്സിലെ ആഴ്ച അവസാനത്തിൽ എന്ത് ചെയ്യും? കുട്ടികളുടെ ഒപ്പം അവൾ നാച്ചുറൽ വാക്ക് എന്ന് പറയുമ്പോൾ പ്രകൃതിയിലേക്ക് നടക്കും. എന്നിട്ട് ആ കുട്ടികളോട് പറയും, നമ്മുടെ സർവൈവൽ, നമ്മുടെ നിലനിൽപ്പിന് പ്രകൃതിയുടെ നിലനിൽപ്പും കൂടി ആവശ്യമാണെന്ന്. പ്രകൃതിയും കൂടി നിലനിന്നാൽ മാത്രമാണ് നമ്മൾക്കും ഈ ലോകത്ത് നിലനിൽക്കാൻ പറ്റുള്ളൂ എന്ന് കുട്ടികളോട് പറയും. ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. Discuss this with your friend and answer the following question. What is the news item about? ഈ ന്യൂസ് ഐറ്റം എന്തിനെ കുറിച്ചിട്ടാണെന്നാണ് ആദ്യത്തെ ചോദ്യം. എന്തിനെ കുറിച്ചിട്ടാ? സൂര്യമണി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ, സൂര്യമണി എന്ന് പറഞ്ഞ ഒരു പ്രവർത്തകയുടെ കാടിനോടുള്ള ഇഷ്ടത്തിനെ കുറിച്ചിട്ട്. സൂര്യമണീസ് വർക്ക് ഹാർഡ് ടു സേവ് ദ ഫോറസ്റ്റ്. ഹാവ് യു എവർ മെയ്ഡ് എനി അറ്റംപ്റ്റ് ടു സേവ് നേച്ചർ? സൂര്യമണി ഒരുപാട് വർക്ക് ചെയ്തു കാടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. Our survival is linked with the survival of the forest. Do you agree? Discuss them with your forest. നമ്മുടെ നിലനിൽപ്പിനെ കാടിൻ്റെ നിലനിൽപ്പും കൂടി ആവശ്യമാണ്.
ഈ ഒരു വാക്യത്തോട് നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ റീസൺ എന്ന് എഴുതുക. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ആൻസർ ഞാൻ തൊട്ടടുത്ത് തന്നെ എഴുതിയിട്ടുണ്ട്. ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർ സർവൈവൽ ഈസ് ലിങ്ക്ഡ് വിത്ത് ദ സർവൈവൽ ഓഫ് ദ ഫോറസ്റ്റ് അങ്ങനെ തുടങ്ങണം. എന്നിട്ട് എന്താ? ബിക്കോസ് വി ബ്രീത്ത് ഫ്രഷ് എയർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് നേച്ചർ. പ്രകൃതി കാരണമാണ് നമ്മൾക്ക് ശുദ്ധവായു ശ്വസിക്കാൻ പറ്റുന്നത്. വി ഗെറ്റ് കൂൾ ആൻഡ് ഹോട്ട് ക്ലൈമറ്റ്, വി ഗെറ്റ് സഫീഷ്യൻറ്റ് റെയിൻ, ഫുഡ് ഫ്രം നേച്ചർ. നമുക്ക് ചൂട് ക്ലൈമറ്റ് ആയാലും തണുപ്പ് ക്ലൈമറ്റ് ആയാലും നമുക്ക് കിട്ടുന്നത് ഈ പ്രകൃതി കാരണമാണ്. അത് മാത്രമല്ല നമുക്ക് വേണ്ട സഫീഷ്യൻ്റായ നമുക്ക് വേണ്ട റെയിൻ മഴ കിട്ടുന്നതും നമുക്ക് വേണ്ട ഭക്ഷണം കിട്ടുന്നതും ഈ പ്രകൃതി ഉള്ളതുകൊണ്ടല്ലേ. അതുകൊണ്ടാണ് പ്രകൃതി നിലനിന്നാൽ മാത്രമാണ് നമ്മുടെ ജീവനും നിലനിൽക്കുള്ളൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. ഇമാജിൻ യു ആർ ഗോയിങ് ഓൺ എ നേച്ചർ വാക്ക് വിത്ത് യുവർ ടീച്ചർ. ഹൗ വുഡ് ദാറ്റ് എക്സ്പീരിയൻസ് ബി? ലിസ്റ്റ് ദം ബിലോ. ഇൻ അപ്രോപ്രിയേറ്റ് കോളം യു മേ സീക്ക് ദ ഹെൽപ്പ് ഓഫ് യുവർ ടീച്ചർ. നിങ്ങൾ നിങ്ങളുടെ ടീച്ചറുടെ ഒപ്പം നേച്ചർ വാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? പ്രകൃതിയിലേക്ക് നടന്നു. നമ്മൾ ക്ലാസ്സിലാണെങ്കിൽ ക്ലാസ് വിട്ട് ടീച്ചറുടെ ഒപ്പം പുറത്തേക്ക് ഇറങ്ങി. ഹൗ വുഡ് ദാറ്റ് എക്സ്പീരിയൻസ്? എങ്ങനെയാവും നിങ്ങളുടെ എക്സ്പീരിയൻസ്? നിങ്ങളുടെ എക്സ്പീരിയൻസിലേ നിങ്ങൾ ആ കോളം വെച്ചിട്ട് നിങ്ങൾ എന്തൊക്കെ കാണുന്നു, എന്തൊക്കെ കേൾക്കുന്നു, എന്തൊക്കെ സെൻസ് ചെയ്യുന്നു, അനുഭവിക്കുന്നു, അത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഐ കുഡ് സീ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് കാണാൻ പറ്റുന്നത്. നമുക്ക് എന്താ? വലിയ മരങ്ങൾ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. ബിഗ് ട്രീസ്, വലിയ മരങ്ങൾ കാണാൻ പറ്റും. പിന്നെ നമുക്ക് റിവർ, പോണ്ട്, ഹിൽസ്, ഫ്ലവേഴ്സ് ഇതൊക്കെ കാണാൻ പറ്റില്ലേ? എന്താ പറയുക, കുന്നുകൾ കാണാൻ പറ്റും, കുളങ്ങൾ കാണാം, അരുവികൾ കാണാം, പൂക്കൾ കാണാൻ പറ്റും. ഐ കുഡ് ഹിയർ, നമ്മൾക്ക് കേൾക്കാൻ പറ്റുന്നത് എന്തൊക്കെയാണ്? ദ ചിർപ്പിംഗ് ഓഫ് ബേർഡ്സ്, ബേർഡ്സിൻ്റെ സൗണ്ട്, ശബ്ദങ്ങൾ. സൗണ്ട് ഓഫ് വിൻഡ്, അതുപോലെ കാറ്റ് വരുന്ന ശബ്ദം ഉണ്ടായിരിക്കും. ഇലകളിലൊക്കെ തട്ടിയിട്ട് കാറ്റ് വരുന്ന ഒരു ശബ്ദം. ഫ്ലോയിങ് സൗണ്ട് ഓഫ് വാട്ടർഫാൾസ്, വെള്ളം ഇങ്ങനെ ഒഴുകുന്നത്. അതുപോലെ സൗണ്ട് ഓഫ് സ്മോൾ ഇൻസെക്റ്റ്, ചെറിയ ചെറിയ പ്രാണികളുടെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ഐ കുഡ് സെൻസ്, നമുക്ക് എന്തൊക്കെയാണ് അനുഭവിച്ചറിയാൻ പറ്റുക? സെൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് സെൻസ് ഓർഗൻസ് ഏതൊക്കെയുള്ളതെന്ന് അറിയില്ലേ? ഇന്ദ്രിയങ്ങൾ 5 നമുക്കുള്ളത്. ഇയർ, ഐ, നോസ്, സ്കിൻ, ടങ്ക്. ഇയർ എന്തിനാ? കേൾക്കാൻ പറ്റുന്നത്. ഐ കാണാൻ പറ്റുന്നത്. നോസ് സ്മെൽ ചെയ്യാൻ പറ്റുന്നത്. സ്കിൻ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നത്. ടങ്ക് കഴിക്കാൻ പറ്റുന്നത്. അപ്പം നമുക്ക് എന്താ? ഈ രീതിക്ക് നമുക്ക് ഏതൊക്കെ ഒരു പ്രകൃതിയിൽ നമുക്ക് നടക്കുമ്പോൾ എന്തൊക്കെ നമുക്ക് ഈ സെൻസ് ഓർഗൻ വഴി അറിയുന്നു അത് നിങ്ങൾക്ക് ഈ കോളത്തിൽ എഴുതാൻ പറ്റും. ഫ്രാഗ്രൻസ് ഓഫ് ഫ്ലവേഴ്സ്, ഫ്ലവേഴ്സിൻ്റെ സുഗന്ധം, സ്മെല്ല്. കോൾഡ് ക്ലൈമറ്റ് ഇൻ ഫോറസ്റ്റ്, കാട്ടിലൂടെയൊക്കെ നമ്മൾ നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നേച്ചറിലൂടെ നടക്കുകയാണെങ്കിൽ അവിടെ നിന്ന് വരുന്ന എന്ത് ക്ലൈമറ്റ്? തണുത്ത ക്ലൈമറ്റ്. ടേസ്റ്റ് ഓഫ് ഫ്രൂട്ട്സ്, ഇനി എന്താ? നമ്മൾ ഏതെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് നമ്മളൊന്ന് കഴിച്ച് നോക്കുകയാണെങ്കിൽ അതെന്താ? ആ ഫ്രൂട്ട്സിൻ്റെ ടേസ്റ്റ് നമുക്ക് സെൻസ് ഓർഗൻ വഴി അറിയും. സൗണ്ട്സ് ഓഫ് ബേർഡ്സ്, കിളികളുടെ ശബ്ദം നമുക്ക് ഇയർ വഴി, ചെവി വഴി കേൾക്കാൻ പറ്റും. നാച്ചുറൽസ് ബ്യൂട്ടി, പ്രകൃതിയുടെ ഭംഗി നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഞാൻ നിങ്ങൾക്കൊരു ഐഡിയ മാത്രമാണ് തന്നിരിക്കുന്നത് കേട്ടോ, ഓരോ കോളത്തിലും എങ്ങനെയൊക്കെ എഴുതണമെന്ന്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, നിങ്ങൾക്കറിയാലോ ചുറ്റും, നിങ്ങളുടെ ചുറ്റും പ്രകൃതിയിൽ എന്തൊക്കെ കാണാൻ പറ്റുന്നു അത് നിങ്ങൾക്ക് അതിൽ എഴുതി വെക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ? നൗ റൈറ്റ് ഇൻ എ പാരഗ്രാഫ് വാട്ട് യു വുഡ് സീ, ഹിയർ, സെൻസ് ഇൻ എ ഫോറസ്റ്റ്, യുവർ ടീച്ചർ വിൽ ഹെൽപ്പ് യു. ഇനി ഒരു കാട്ടിലൂടെ നിങ്ങൾ നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാണാൻ പറ്റും, കേൾക്കാൻ പറ്റും, അതുപോലെ അനുഭവിക്കാൻ പറ്റുന്നു ഈ ബോക്സിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നുമില്ല, മുകളിൽ ഞാൻ 3 കോളത്തിൽ തന്നിട്ട് ആൻസേഴ്സ് ഇല്ലേ, അത് നിങ്ങളൊരു പാരഗ്രാഫാക്കി എഴുതിയാൽ മതി. ഓക്കെ, അതെല്ലാവർക്കും എഴുതാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. തുടക്കം എങ്ങനെയാണ്? നമ്മളെങ്ങനെയാണ് എഴുതുക? വി കുഡ് സീ, ഹിയർ, സെൻസ് മെനി തിങ്സ് ഇൻ ഫോറസ്റ്റ്. എന്നിട്ട് ഓരോ കാര്യങ്ങൾ എഴുതുക. വി ക്യാൻ ഹിയർ, ബേർഡ്സിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റും. ഫ്ലോയിങ് ഓഫ് വാട്ടർ, അതിൻ്റെ ശബ്ദം, അങ്ങനെ എഴുതാം. എന്നിട്ട് വി ക്യാൻ ഹിയർ അതുപോലെ എഴുതി. വി ക്യാൻ സീ, നമുക്ക് കാണാൻ പറ്റുന്ന എന്തൊക്കെയാണോ അത് എഴുതുക. വി ക്യാൻ സെൻസ് എന്ന് പറഞ്ഞിട്ട് ദ ഫ്രാഗ്രൻസ് ഓഫ് ഫ്ലവർ, ടേസ്റ്റ് ഓഫ് ഫ്രൂട്ട്സ്, അങ്ങനെ എഴുതി വയ്ക്കാം. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കുകയാണ് കേട്ടോ. ഇതുവരെ ഉണ്ടായിരുന്നത് ഒരു ഇൻട്രൊഡക്ഷനാണ്. എന്തിനെ പറ്റിയിട്ടൊക്കെയാണ് ഈ യൂണിറ്റിൽ പറയുന്നത് എന്നുള്ളൊരു ഇൻട്രൊഡക്ഷൻ. ഈ ചാപ്റ്ററിലൊരു പിക്ചറാണിത്. ഒരു കുട്ടി മല കയറാൻ പോണതാണ്. നോക്കാം. ഹിയർ ഈസ് എ ബോയ് who set out on a trip to appreciate the beauty of nature. Where does he go? What does he see there? How does he feel? Let's find out. അപ്പോൾ ഇവിടെ ഒരു കുട്ടിയെ കാണിക്കുന്നുണ്ട്, ഒരു ബോയിനെ കാണിക്കുന്നുണ്ട്. ആൾ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മുടെ ഈ പ്രകൃതിയിലെ ഭംഗി അപ്രിഷ്യേറ്റ് ചെയ്യുക, ആസ്വദിക്കാൻ പോവാണ്. ബ്യൂട്ടി ഓഫ് നേച്ചർ, പ്രകൃതിയിലെ ഭംഗി. Where does he go? അവൻ എങ്ങോട്ടാവും പോകുന്നുണ്ടാവുക? What does he see there? അവൻ എന്തായിരിക്കും അവിടെ കാണുന്നുണ്ടാവുക? How does he feel? അവൻ എങ്ങനെയായിരിക്കും അവിടുത്തെ അനുഭവങ്ങൾ കിട്ടുക? ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്, നമുക്ക് നോക്കാം. ഹൗ ഫാർ ഈസ് ദ റിവർ? എത്ര ദൂരെയാണ് നദി? ബിറ്റ്വീൻ ദ ബോയ് ആൻഡ് ദ റിവർ സ്റ്റുഡ് എ മൗണ്ടെയിൻ. ദ ബോയ് വാസ് യങ് ആൻഡ് ദ റിവർ വാസ് സ്മോൾ
ബട്ട് ദ മൗണ്ടെയിൻ വാസ് ബിഗ്. അപ്പോൾ ആ ആൺകുട്ടി, ആ ബോയുടെയും ആ നദിയുടെയും നടുക്കിൽ, ബിറ്റ്വീൻ എന്ന് പറയുമ്പോൾ അവരുടെ ഇടയിലായിട്ട് ആര് നിൽക്കുന്നുണ്ടായിരുന്നു? ഒരു മൗണ്ടെയിൻ, ഒരു മല നിൽക്കുന്നുണ്ടായിരുന്നു. ദ ബോയ് വാസ് യങ്, കുട്ടി എന്താണ്? ചെറുതാണ്. ആൻഡ് ദ റിവർ വാസ് സ്മോൾ, നദിയും എന്താണ്? ചെറുതാണ്. ബട്ട് ദ മൗണ്ടെയിൻ വാസ് ബിഗ്, പക്ഷെ മല എന്താണ്? ഭയങ്കര വലുതാണ്. ദ തിക്ലി ഫോറസ്റ്റ് മൗണ്ടെയിൻ ഹൈഡ് ദ റിവർ, കാട് പിടിച്ച് കിടക്കുന്ന ആ മല എന്ന് പറഞ്ഞാൽ ഒരുപാട് മരങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതെന്ത് ചെയ്തു? ആ നദിയെ മറച്ചു. ഹൈഡ് ചെയ്യാന്ന് വെച്ചാൽ മറച്ചു, ഒളിപ്പിച്ചു വെച്ചു. ബട്ട് ദ ബോയ് ന്യൂ ഇറ്റ് വാസ് ദർ, പക്ഷെ എന്താ, കുട്ടിക്ക് അറിയാം അവിടെ ഒരു നദി ഉണ്ടെന്ന് അറിയാം. ഹി ഹാഡ് നെവർ സീൻ ദ റിവർ, പക്ഷെ അവൻ ഇതുവരെ ആ നദിയെ കണ്ടിട്ടില്ല. വിത്ത് ഹിസ് ഓൺ ഐസ്, അവൻ്റെ സ്വന്തം കണ്ണുകൾ കൊണ്ട് ഇതുവരെ നദി കണ്ടിട്ടില്ല. ബട്ട് ഫ്രം ദ വില്ലേജേഴ്സ് ഹി ഹാഡ് ഹിയർഡ് ഓഫ് ഇറ്റ്, പക്ഷേ അവിടുത്തെ വില്ലേജിലെ ആൾക്കാരുണ്ട്, ആ ഗ്രാമത്തിലുള്ള ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഓഫ് ദ ഫിഷ് ഇൻ ഇറ്റ്സ് വാട്ടർ, ഓഫ് ഇറ്റ്സ് റോക്ക്, അതിലെ ആ നദീനെ പറ്റിയിട്ടും നദിയിലെ മീനിനെ കുറിച്ചിട്ടും അവിടെയുള്ള പാറക്കഷ്ണങ്ങളെ കുറിച്ചിട്ടല്ല. ഹി വിഷ്ഡ് ടു ടച്ച് ദ വാട്ടർ ആൻഡ് നോ ഇറ്റ് പേഴ്സണലി, അപ്പോൾ അവന് വിഷ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, അവന് ഒരുപാട് ആഗ്രഹമുണ്ട്. എന്താണ്? ആ വെള്ളത്തിൽ ഒന്ന് ടച്ച് ചെയ്യണം, എന്നിട്ട് ആ അനുഭവം പേഴ്സണലി അവൻ ഒറ്റയ്ക്ക് അറിയണം എന്നൊരാഗ്രഹം. അതിൽ നമുക്ക് ഒരുപാട് ന്യൂ വേർഡ്സ് നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോൻ്റെ ലാസ്റ്റായിട്ട് ഞാൻ മീനിങ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അതത് വേർഡിൻ്റെ മുകളിലായിട്ട് അതൊന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. ഹി സ്റ്റുഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് ഹൗസ് ഓൺ ദ ഹിൽ ഓപ്പോസിറ്റ് ദ മൗണ്ടെയിൻ ആൻഡ് ഗേസ്ഡ് അക്രോസ് ദ വാല്യൂ ഡ്രീമിങ് ഓഫ് റിവർ. അപ്പോൾ ഒരു കുന്നുമ്മിലാണ് ഈ കുട്ടിയുടെ വീട്. അപ്പോൾ ഈ കുന്നിൻ്റെ അവിടെയുള്ള വീട്ടിൽ നിന്നിട്ട് അവൻ എന്തു ചെയ്തു? ആ മലകളിലേക്ക് നോക്കി. ആ മലകളിലെ ഗേസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? തുറിച്ചു നോക്കി. എങ്ങോട്ടാ തുറിച്ചു നോക്കി? അക്രോസ് ദ വാല്യൂ, ആ മലയടിവാരത്തിലേക്ക്, ആ താഴ്വാരത്തിലേക്ക് അവൻ ഇങ്ങനെ നോക്കി. അപ്പോൾ അവൻ ഡ്രീം ചെയ്യുന്നുണ്ട്, അവനിങ്ങനെ സ്വപ്നം കാണും. എന്തിനാണ് ഡ്രീം ചെയ്യുന്നത്? ആ നദി, അവൻ ആ മല കടന്നിട്ട് ആ നദീനെ കാണണം. അപ്പോൾ ആ നദിയാണ് അവൻ്റെ മനസ്സിൽ, അവൻ സ്വപ്നം കാണുന്നത് അതാണ്. ഹി വാസ് അബൌട്ട് 12 years old, എ സ്റ്റഡി ബോയ് വിത്ത് അൺടൈഡി ബ്ലാക്ക് ഹെയർ ആൻഡ് ഷൈനിങ് ബ്ലാക്ക് ഐസ്. അപ്പോൾ ഇനി അവനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അവനൊരു 12 വയസ്സായ കുട്ടിയാണ്. ഒരു സ്റ്റഡി ബോയ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബലശാലിയായിട്ടുള്ള ഒരു കുട്ടി. വിത്ത് അൺടൈഡി ബ്ലാക്ക് ഹെയർ എന്ന് പറഞ്ഞാൽ അധികം വൃത്തിയില്ലാത്ത, എന്ന് വെച്ചാൽ ഒരടക്കും ചിട്ടില്ലാണ്ട് മുടിയൊക്കെ ഇങ്ങനെ ഇട്ടുണ്ട്. ആൻഡ് ഷൈനിങ് ബ്ലാക്ക് ഐസ്, കണ്ണുകൾ നന്നായിട്ട് ഷൈൻ ചെയ്യുന്നുണ്ട്. ഹി ഹാഡ് ഫൈൻ ഫീച്ചേഴ്സ് ആൻഡ് എ ക്ലിയർ ബ്രൗൺ സ്കിൻ, ബട്ട് ഹിസ് ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് വെർ റഫ് ആൻഡ് സ്ക്രാച്ച്ഡ്. ഒരു ഫൈൻ ഫീച്ചേഴ്സ്, നല്ല ഫീച്ചേഴ്സ് ഉള്ള ഒരു ശരീരമാണ്. ആൻഡ് എ ക്ലിയർ ബ്രൗൺ സ്കിൻ, ഒരു ബ്രൗൺ സ്കിന്നാണ് അവനുള്ളത്. പക്ഷേ അവൻ്റെ ഹാൻഡ്, അവൻ്റെ കൈകളും ഫീറ്റ്, അവൻ്റെ കാലുകളും എന്താണ്? കുറച്ച് കട്ടിയായിട്ടുള്ളതാണ്, മൃദുവായിട്ടുള്ളതൊന്നല്ല, കുറച്ച് കട്ടിയായിട്ടുള്ളത്. അതിൽ കുറച്ച് സ്ക്രാച്ചസ് എന്ന് പറയുമ്പോൾ എന്താ, പാടുകളൊക്കെ ഉണ്ട്, കോറലുകളും പാടുകളൊക്കെ ഉണ്ട്. ഹി വാസ് ബെയർ ഫൂട്ടഡ് എന്ന് പറഞ്ഞാൽ എന്താ? നഗ്നപാതൻ, ചെരുപ്പിടാതാണ് നടക്കുന്നത്. നോട്ട് ബിക്കോസ് ഹി കുഡിൻറ്റ് അഫോർഡ് ഷൂസ്, ബട്ട് ബിക്കോസ് ഹി ലൈക്ക് ദ ഫീൽ ഓഫ് വാം സ്റ്റോൺ ആൻഡ് കൂൾ ഗ്രാസ്. നോട്ട് ബിക്കോസ് ഹി കുഡിൻറ്റ് അഫോർഡ് ഷൂസ് എന്ന് പറഞ്ഞാൽ എന്താ? ഷൂസ് മേടിക്കാൻ അഫോർഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ കാശ് ഇല്ലാത്തതുകൊണ്ടല്ല, പണം ഇല്ലാത്തതുകൊണ്ടല്ല. പക്ഷെ അവൻ എന്തുകൊണ്ടാണ്? അവന് ആ സ്റ്റോണിൻ്റെ, ആ ഒരു കല്ലുകളുടെ തണുപ്പും അതുപോലെ തന്നെ ആ പുല്ലുകളുടെ തണുപ്പും അവനിങ്ങനെ അനുഭവിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ചെരുപ്പിടാണ്ട് നടക്കുന്നത്. ഇറ്റ് വാസ് 11 o'clock ആൻഡ് ഹി ന്യൂ ഹിസ് പാരൻസ് വുഡിൻറ്റ് റിട്ടേൺ ഹോം ടിൽ ഈവനിങ്. അപ്പോൾ അതൊരു 11 മണിയായിട്ടുണ്ടാവും. ഹി ന്യൂ, അവനറിയാം എന്താണ്? പാരൻസ് വുഡിൻറ്റ് റിട്ടേൺ ഹോം, വീട്ടിലേക്ക് അത്ര പെട്ടെന്ന് വീട്ടുകാർ തിരിച്ചു വരില്ല എന്ന് അവനറിയാം. ഈവനിങ് ആവുമെന്ന് അറിയാം, ടിൽ ഈവനിങ്, വൈകുന്നേരം വരെ എന്തായാലും അവർ വരില്ല. ദർ വാസ് എ ലോഫ് ഓഫ് ബ്രെഡ് ഹി കുഡ് ടേക്ക് വിത്ത് ഹിം. അപ്പോൾ അവിടെ ഒരു കഷ്ണം ബ്രെഡ് ഉണ്ട്. ലോഫ് ഓഫ് ബ്രെഡ് എന്ന് പറഞ്ഞാൽ ബ്രെഡിൻ്റെ കുറച്ച് വലുപ്പം കൂടിയ കഷ്ണം. ഹി കുഡ് ടേക്ക് വിത്ത് ഹിം, അപ്പോൾ അവൻ എന്താണ്? അതും കൂടി അവൻ്റെ കൂടെ കൈപിടിച്ചു. ആൻഡ് ഓൺ ദി വേ ഹി മൈറ്റ് ഫൈൻഡ് സം ഫ്രൂട്ട്. എന്നിട്ട് എന്ത് ചെയ്തു? പോണ വഴിക്ക് കുറച്ച് ഫ്രൂട്ട്സും കൂടി തിരഞ്ഞ് കണ്ടുപിടിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത്? അവൻ ആ നദിയെ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ വൈകുന്നേരം വരെ വീട്ടിൽ ആൾക്കാരുണ്ടാവില്ല മനസ്സിലായി. അപ്പോൾ എന്ത് ചെയ്തു? ബ്രെഡിൻ്റെ കഷ്ണം പോകുന്ന വഴിക്ക് ഒരുപാട് ദൂരം കഴിക്കാമല്ലോ. Here with the opportunity he had waited for. His mother and father had gone to visit relative for the entire day and had left him on his own. If he come home before dark, before they returned, they wouldn't know where he had been. അപ്പോൾ എന്താ പറയുന്നത്? അവനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയേക്കാണ്. ഇത്രയും നാളും വെയിറ്റ് ചെയ്തിട്ട് കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അവസരം കിട്ടിയേക്കാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ആ റിവറിനെ കാണാൻ പോകാൻ വേണ്ടിയിട്ട്. അവൻ്റെ അച്ഛനും അമ്മയും അവനെ അവിടെ നിർത്തിയിട്ട് ഒരു എൻറ്റയർ ഡേ എന്ന് പറയുമ്പോൾ ഒരു ദിവസം മുഴുവനായിട്ട് ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് പോവുക. അപ്പോൾ അവർ എന്തായാലും വൈകുന്നേരം ആവും എത്തുമ്പോൾ. അപ്പോൾ അതിന് മുമ്പ് അവിടെ പോയി നദീനെ കണ്ടിട്ട് തിരിച്ചു വരാമല്ലോ എന്ന പ്ലാനിങ്ങിൽ അവനിരുന്നു. വരണേക്കാൾ മുമ്പ് എത്തിക്കഴിഞ്ഞാൽ എങ്ങോട്ടാണ് ഇവൻ പോയതെന്ന് പാരൻസും അറിയില്ല. The path to the river dropped steeply into the valley, then rose and went round the big mountain. It was frequently used by the villagers, the woodcutters, milkmen and the mule drivers,
ബട്ട് ദർ വർ നോ വില്ലേജസ് ബിയോണ്ട് ദ മൗണ്ടെയിൻ ഓർ നിയർ ദ റിവർ. ആ നദിയിലേക്കുള്ള വഴി എന്ന് പറയുന്നത് താഴ്വാരത്തിൽ നിന്ന് കുത്തനെയാണ്. താഴ്വാരം എന്ന് പറഞ്ഞാൽ വാല്യൂ, സ്റ്റീപ്ലി എന്ന് പറയുമ്പോൾ കുത്തനെ. ദെൻ റോസ് ആൻഡ് വെൻ റൗണ്ട് ദ ബിഗ് മൗണ്ടെയിൻ. എന്നിട്ട് എന്ത് ചെയ്യും? ബിഗ് മൗണ്ടെയിനിലേക്ക് കയറ്റം കയറുന്നു. ഇറ്റ് വാസ് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ബൈ ദ വില്ലേജേഴ്സ്. ആ വഴി എന്ന് പറയുന്നത് അവിടുത്തെ വില്ലേജസ്, അവിടുത്തെ ഗ്രാമത്തിലുള്ള ആൾക്കാർ ഇടയ്ക്കിടെ യൂസ് ചെയ്യുന്നത്, ഉപയോഗിക്കുന്ന ഒരു വഴിയാണ്. ദ വുഡ് കട്ടേഴ്സ്, മിൽക്ക്മാൻ ആൻഡ് മ്യൂൾ ഡ്രൈവേഴ്സ്. വുഡ് കട്ടേഴ്സ് എന്ന് പറയുമ്പോൾ മരം വെട്ടുകാർ, മിൽക്ക്മാൻ പാല് കൊണ്ടുപോകുന്ന ആൾക്കാർ, മ്യൂൾ ഡ്രൈവേഴ്സ്, മ്യൂൾ എന്ന് പറയുമ്പോൾ കോവർ കഴുതുകളെ പറയുന്നത്. അപ്പോൾ കോവർ കഴുതുകളുടെ ഡ്രൈവർമാർ, ഇതൊക്കെ അവരെല്ലാവരും ഈ വഴി യൂസ് ചെയ്യാറുണ്ട്. ദർ വർ നോ വില്ലേജസ് ബിയോണ്ട് ദ മൗണ്ടെയിൻ ഓർ നിയർ ദ റിവർ. പക്ഷേ എന്താണ് ബിയോണ്ട് ദ മൗണ്ടെയിൻ എന്ന് പറഞ്ഞാൽ? ബിയോണ്ട് എന്ന് പറഞ്ഞാൽ അപ്പുറം. ആ മലയുടെ അപ്പുറത്ത് വേറെ ഗ്രാമങ്ങളൊന്നുമില്ല. ആ നദിയുടെ അടുത്തും ഗ്രാമങ്ങളൊന്നുമില്ല. പക്ഷെ ഇവർ ഈ വഴിക്ക് പോകുന്നുണ്ട്. ദ ബോയ് പാസ്ഡ് എ വുഡ് കട്ടർ ആൻഡ് ആസ്ക്ഡ് ഹിം ഹൗ ഫാർ ഇറ്റ് വാസ് ടു ദ റിവർ. The woodcutter was a short but powerful man with a creased and weathered face and muscles that stood out in hard, ugly lumps. അപ്പോൾ ഈ ബോയ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു മരം വെട്ടുകാരനെ കണ്ടു. അപ്പോൾ ചോദിക്കുകയാണ്, ഈ നദിയുടെ അവിടേക്ക് ഇനി എത്ര ദൂരം ഉണ്ടെന്ന് ചോദിക്കുക. അപ്പോൾ വുഡ് കട്ടറിൻ്റെ രൂപമാണ് അടുത്തത് പറയുന്നത്. വുഡ് കട്ടർ ഒരു ഷോർട്ട് മാനാണ്, അധികം ഉയരമൊന്നുമില്ല, പക്ഷേ ഭയങ്കര പവർഫുള്ളായ മാനാണ്. വിത്ത് ക്രീസ്ഡ് എന്ന് പറഞ്ഞാൽ, ക്രീസ്ഡിൻ്റെ അർത്ഥം എന്താ? ചുളിവുകളുള്ള. അപ്പോൾ ആളുടെ ശരീരത്തിൽ ചുളിവുകളൊക്കെ ഉണ്ട്, പക്ഷേ നല്ല മസിലുണ്ട്. ലംബ് എന്ന് പറഞ്ഞൊരു വാക്ക് ഉണ്ട്, അഗ്ലി ലംബ്. ലംബ് എന്ന് പറഞ്ഞാൽ മുഴ. അപ്പോൾ ആളുടെ മസിൽസൊക്കെ ഇങ്ങനെ മുഴ പോലെ വീർത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആളെ, ആ വുഡ് കട്ടറിനെ പറ്റിയിട്ടുള്ള ആ വുഡ് കട്ടറിൻ്റെ ശരീരത്തിൻ്റെ ഫീച്ചേഴ്സാണ് പറഞ്ഞിരിക്കുന്നത്. മൈൽസ് ഹീ സെഡ്, വിച്ച് വാസ് ഫെയർലി അക്യുറേറ്റ്. വൈ ഡു യു വോണ്ട് ടു നോ? ഐ എം ഗോയിങ് ടു ദ റിവർ, സെഡ് ദ ബോയ്. എലോൺ? ഓഫ് കോഴ്സ്, ബട്ട് ഇറ്റ് ഈസ് ടു ഫാർ. It will take you 3 hours to reach there, and then you have to come back. It will getting dark. Besides, it is not so easy road. But I am a good walker, said the boy, though he had never walked further than the mile from his house to his school. ദൂരം എത്രയുണ്ടെന്ന് ആ കുട്ടി ചോദിച്ചു. അപ്പോൾ വുഡ് കട്ടർ പറയുകയാണ്, ഏകദേശം ഒരു 7 മൈൽസ് ഉണ്ട്. ഏകദേശമാണ്, കൃത്യമായിട്ടുള്ള ഒരു അളവൊന്നുമല്ല. പക്ഷെ എന്തിനാണ് നീ അറിയണേന്ന് ചോദിക്കുക. അപ്പോൾ കുട്ടി പറയാണ്, ഞാൻ ആ നദി കാണാൻ പോവാണ്. അപ്പോൾ ആൾ ചോദിച്ചു, ഒറ്റയ്ക്കോ? അപ്പോൾ കുട്ടി പറഞ്ഞു, ഓഫ് കോഴ്സ്, അതെ, ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. ബട്ട് ഇറ്റ് ഈസ് ടു ഫാർ. അപ്പോൾ ആൾ പറയുന്നത് എന്താണ്? അതൊരുപാട് ദൂരെയാണ്. അത് മാത്രമല്ല 3 ഹവേഴ്സോളം അങ്ങോട്ട് ഇരിക്കും, 3 മണിക്കൂറോളം അങ്ങോട്ട് ഉണ്ട്. തിരിച്ച് നിനക്ക് പോയിട്ട് വരണ്ടേ? അപ്പോഴേക്കും ഇരുട്ടാവും എന്ന് പറയാണ്. ബിസൈഡ്സ് എന്ന് പറഞ്ഞ അർത്ഥം കൂടാതെ. അത് മാത്രമല്ല, അതത്ര ഈസി റോഡൊന്നല്ല എന്ന് പറയാം. പക്ഷെ കുട്ടി പറയണം, ബട്ട് ഐ എം എ ഗുഡ് വാക്കർ. എനിക്ക് നന്നായിട്ട് നടക്കാറിയാം, ഞാനൊരു ഗുഡ് വാക്കറാണ്. പക്ഷേ ഇവൻ പറയുന്നത് എന്തുകൊണ്ട്, ഈ ഗുഡ് വാക്കറാന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ? വീട്ടിൽ നിന്ന് ആകെ കൂടി ഇവൻ നടന്നുള്ളത് സ്കൂള് വരെയാണ്. അത് വെച്ചിട്ടാണ് ഞാനൊരു നല്ല ഗുഡ് വാക്കറാന്ന് പറയുന്നത്. Path was steep and the boy had to run most of the time. It was a dizzy, winding path and he slipped once or twice. The hill was covered with lush green ferns. The trees were wound in creepers and a great wild dahlia suddenly reared its golden head from the leaves and ferns. ഇതിലെന്താ പറയുന്നത്? ആ പാത്ത്, അവിടേക്കുള്ള യാത്ര എന്ന് പറയുന്നത് ഒരുപാട് കുത്തനെയുള്ള വഴുക്കലുള്ള ഓരോ സ്ഥലങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ അവന് ഭയങ്കര കുത്തനെ ആയതുകൊണ്ട് ഒരുപാട് വട്ടം അവന് റൺ ചെയ്യേണ്ടി വന്നു. ഇറ്റ് വാസ് ഡിസി എന്ന് പറഞ്ഞാൽ തല കറങ്ങണ പോലെ ഫീൽ ചെയ്തു. കാരണം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ കുത്തനെയുള്ള ഓരോ പാത്തും. അപ്പോൾ അവനെ ആകെ തല കറങ്ങുന്ന പോലെ ഫീൽ ചെയ്തു. അത് മാത്രമല്ല വിൻഡിങ് പാത്ത, കാറ്റൊക്കെ വരുന്നുണ്ട്. പിന്നെ അവൻ 2-3 വട്ടം അവിടെ സ്ലിപ്പ് ചെയ്യാൻ പോയി. ഈ ഹില്ല്, ഈ കുന്നുകളിൽ മൊത്തം കവർ ചെയ്തിരിക്കുന്നത് ലഷ് ഫേൺസ് എന്ന് പറയുമ്പോൾ തഴച്ച് വളരുന്ന, സമൃദ്ധമായിട്ട് വളരുന്ന ഒരു തരം പുല്ലുകളാണ്. ട്രീസ് വർ വൂണ്ട് ഇൻ ക്രീപ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഈ മരങ്ങളിൽ മൊത്തം എന്താണ്? ക്രീപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ പടർന്ന് പന്തലിക്കുന്ന ചെടികൾ, അത് മൊത്തമാണ്. അത് മാത്രമല്ല ഡാലിയയുടെ പൂക്കളുണ്ട് അവിടെ. അപ്പോൾ അവിടെ നിന്ന് അവരുടെ ഇതളുകളൊക്കെ ഇങ്ങനെ വീണ് തുടങ്ങിയിരിക്കുന്നു. Soon the boy was in the valley and the path straightened out and rose. He met a girl who was coming from the opposite direction. അപ്പോൾ എന്ത് ചെയ്തു? അവൻ ആ വാല്യൂ, ആ താഴ്വാരത്തിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. സ്ട്രെയിറ്റ് ആയിട്ടുള്ള പാതയൊക്കെ ഉണ്ട്. അപ്പോൾ ആ വഴി കൂടെ ഒക്കെ നടന്നിട്ട് പോകുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന്, എതിരേ ഭാഗത്തുനിന്ന് ഒരു പെൺകുട്ടിയെ നടന്നു വരുന്നത് അവൻ കണ്ടു. ഷീ ഹെൽഡ് എ ലോങ് കർവ്ഡ് നൈഫ് with which she had been cutting grass. The bangles she wore made music when she moved her hand, and it was as though the hand spoke a language of their own. അപ്പോൾ എന്ത് ചെയ്തു? അവളുടെ കയ്യിലെ എന്തുണ്ടായിരുന്നു? ഒരു കേർവ്ഡ് നൈഫ്. കേർവ്ഡ് നൈഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഷേപ്പിലൊക്കെ ഇരിക്കണ നൈഫ്. അതെന്താ? അരിവാളല്ലേ? വിത്ത് വിച്ച് ഷീ ഹാഡ് ബീൻ കട്ടിങ് ഗ്രാസ്. അപ്പോൾ എന്തിനാണ്? ഗ്രാസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അവളുടെ കയ്യിൽ അവൾ വളകൾ ഇട്ടുണ്ടായിരുന്നു. ആ വളകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു.
അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ വളകൾ അവരുടേതായ ഭാഷയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹൗ ഫാർ ഈസ് ടു ദ റിവർ ആസ്ക്ഡ് ദ ബോയ്. എത്ര ദൂരമുണ്ട് ആ നദിയുടെ അവിടേക്കെന്ന് അവൻ ചോദിച്ചു ആ കുട്ടിയോട്. ദ ഗേൾ ഹാഡ് ഒബ്വിയസ്ലി നെവർ ബീൻ ടു ദ റിവർ, ഓർ ഷീ മേ ഹാവ് ബീൻ തിങ്കിങ് ഓഫ് അനദർ വൺ, because she said 20 mile without any hesitation. The boy laughed and ran down the path. ഒബ്വിയസ്ലി എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട്, ഒന്നുമില്ലെങ്കിൽ കുട്ടിക്ക് വ്യക്തമായിട്ട് അറിയില്ല എവിടെയാണ് നദിയെന്ന്. അല്ലെങ്കിൽ എന്താണ് അവൾ അനദർ വൺ വേറൊരു നദീനെ കുറിച്ചിട്ടാവും പറഞ്ഞു. എന്താ ഉത്തരം പറഞ്ഞ് 20 മൈൽസ് ഉണ്ടെന്ന്. ഓൾറെഡി ആ മരം വെട്ടുകാരൻ വുഡ് കട്ടർ പറഞ്ഞു 7 മൈൽസാണ് ഏകദേശം വരുന്നതെന്ന്. അപ്പോൾ അവനത് ഓർമ്മയുണ്ട്. അപ്പോൾ ഈ കുട്ടി 20 മൈൽസ് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ബോയ്ക്ക് എന്ത് വന്നു, ആ കുട്ടിക്ക് ആൺകുട്ടിക്ക് എന്ത് വന്നു, ചിരി വന്നിട്ട് അവൻ ഓടിപ്പോയി. A parrot suddenly screeched, flew low over his head. A flash of red and green, the bird disappeared amongst the. പെട്ടെന്ന് ആ ആൺകുട്ടിയുടെ തലയുടെ മുകളിൽ കൂടെ ഒരു പാരറ്റ്, ഒരു തത്ത സ്ക്രീച്ച് എന്ന് പറഞ്ഞാൽ നിലവിളിച്ചുകൊണ്ട് പോയി. അപ്പോൾ എന്തോ അവന് തലയിൽ കൂടെ മുകളിൽ കൂടെ പോണ് കണ്ടു. റെഡ് ആൻഡ് ഗ്രീൻ കളർ, അവൻ കണ്ടത് എന്താ, ഒരു ചുവപ്പും പച്ചയും കളർ ഫ്ലാഷ് ചെയ്യണ പോലെ തോന്നി. പെട്ടെന്ന് തന്നെ ആ പക്ഷീനെ കാണാതായി. എമംഗ്സ് ദ ട്രീസ് എന്ന് പറഞ്ഞ എന്താ, മരങ്ങളുടെ ഇടയിലേക്ക്. A trickle of water came from the hillside, and the boy stopped to drink. The water was cold and sharp, but very refreshing. However, it seemed to have the effect of making him more thirsty. The sun was striking his side of the hill, and the dusty path became hotter, the stones scorching the boy's feet. He was sure he had gone halfway. He had walked for over an hour. അപ്പോൾ എന്ത് ചെയ്തു, എ ട്രിക്കിൾ ഓഫ് വാട്ടർ, കുന്നിൻ്റെ ചെരുവിലൂടെ വെള്ളം ഒഴുകി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളം കണ്ടപ്പോൾ അവൻ എന്ത് ചെയ്തു, ദാഹം വന്നു. അപ്പോൾ അവൻ എന്ത് ചെയ്തു, ആ തണുത്ത വെള്ളം കുടിക്കാൻ നോക്കി. കുടിക്കുമ്പോൾ എന്താണ്, ഭയങ്കര റീഫ്രഷിങ്, ഭയങ്കര ഉന്മേഷം തോന്നി അവന്. പക്ഷെ കുടിക്കും തോറും എന്താണ്, ദ എഫക്റ്റ് ഓഫ് മേക്കിംഗ് ഹിം മോർ തേഴ്സ്റ്റി എന്ന് പറയുമ്പോൾ, തേഴ്സ്റ്റി എന്ന് പറഞ്ഞാൽ ദാഹം കൂടി കൂടി വന്നു അവന്. ഇറ്റ് സീം ടു തേഴ്സ്റ്റി ആയി, അവന് ദാഹം കൂടി. ദ സൺ വാസ് സ്ട്രൈക്കിംഗ് ഹിസ് സൈഡ് ഓഫ് ദ ഹിൽ. അപ്പോൾ എന്താണ്, കുന്നിൻ്റെ ചെരുവിലായിട്ട് സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നുണ്ട്. ദ ഡസ്റ്റി പാത്ത് ബിക്കെയിം ഹോട്ടർ, നടക്കുന്ന വഴി ഭയങ്കര ചൂടായിട്ട് തോന്നി. ദ സ്റ്റോൺസ് സ്കോർച്ചിങ്, സ്കോർച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ചുട്ടുപൊള്ള കല്ലുകളൊക്കെ ഭയങ്കര ചൂടായി തുടങ്ങി. അവൻ്റെ കാലുകളും അതുപോലെ തന്നെ ചൂടെടുത്ത് തുടങ്ങി. ഹി വാസ് ഷുവർ ഹി ഹാഡ് ഗോൺ ഹാഫ് വേ. അപ്പോൾ അവന് ഉറപ്പായിരുന്നു ഞാൻ എന്തായാലും പകുതി ദൂരെത്തി. കാരണം എന്താ, 1 മണിക്കൂറോളമായി നടന്നു തുടങ്ങിയിട്ട്. Suddenly he saw another boy ahead of him, driving a few got down the path. അപ്പോൾ ഇനി അവൻ വേറൊരു ആൺകുട്ടിയെ കണ്ടു. അത് ആടുകളെ മേച്ച് ഇങ്ങനെ വരികയായിരുന്നു. ഹൗ ഫാർ ഈസ് ദ റിവർ, ഹി ആസ്ക്ഡ്. അപ്പോൾ ആ കുട്ടിയോട് ചോദിച്ചു എത്ര ദൂരമുണ്ട് നദിയിലേക്ക്. ദ വില്ലേജ് ബോയ് സ്മൈൽഡ് ഇൻ എ ഫ്രണ്ട്ലി വേ ആൻഡ് സെഡ്, ഓ നോട്ട് ഫാർ, ജസ്റ്റ് റൗണ്ട് ദ നെക്സ്റ്റ് ഹിൽ ആൻഡ് സ്ട്രെയിറ്റ് ഡൗൺ. അപ്പോൾ എന്ത് പറഞ്ഞു, ചിരിച്ചുകൊണ്ട് പറഞ്ഞു അധിക ദൂരമൊന്നുമില്ല, ഇനിയിപ്പോൾ നേരെ ആ കുന്നിനെ ഒന്ന് ചുറ്റി വലം വെച്ചിട്ട് നേരെ താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ റിവറായി എന്ന് പറഞ്ഞു. The boy feeling hungry unwrapped his loaf of bread and broke it into half. അപ്പോൾ ഹംഗ്രി എന്ന് പറഞ്ഞാൽ എന്താ, വിശന്നു. അപ്പോൾ ആൺകുട്ടിക്ക് വിശന്നു. അൺവ്രാപ്ഡ് ഹിസ് ലോഫ് ഓഫ് ബ്രെഡ്, അപ്പോൾ അവൻ അവിടെ നിന്ന് ഒരു ബ്രെഡിൻ്റെ പീസ് റാപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, പൊതിഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ പൊതി അഴിച്ചിട്ട് എന്ത് ചെയ്തു, അത് ഹാഫാക്കി 2 കഷ്ണാക്കി. ഓഫറിങ് 1 പോർഷൻ ടു ദ വില്ലേജ് ബോയ്, ദേ സാറ്റ് ഓൺ ദ ഹിൽ സൈഡ് ആൻഡ് എയ്റ്റ് ഇൻ സൈലൻസ്. എന്നിട്ട് എന്ത് ചെയ്തു, ആ ഭാഗം, ആ ഒരു ബ്രെഡിൻ്റെ ഭാഗം 2 ആക്കിയിട്ട് ഒരെണ്ണം ആ കുട്ടിക്ക് ഓഫർ ചെയ്തു. ആ ആടുകളെ മെച്ചു വന്നില്ലേ, ആ കുട്ടിക്ക് ഓഫർ ചെയ്തു. എന്നിട്ട് അവർ രണ്ടും കൂടിയിട്ട് ഒരു കുന്നിൻ്റെ ചെരുവിലിരുന്നിട്ട് അത് രണ്ടും കൂടിയിട്ട് കഴിച്ചു. And they had finished, they walked on together and began talking and talking. The boy did not notice the smarting of his feet and the heat of the sun and the distance he had covered and the distance he had yet to cover. അപ്പോൾ എന്താണ്, ഇത് കഴിച്ചു കഴിഞ്ഞപ്പോൾ അവർ രണ്ടാളും കൂടി നടക്കാൻ തുടങ്ങി. നടക്കുമ്പോൾ എങ്ങനെ സംസാരിച്ച് നടക്കുന്നത്. അപ്പോൾ എന്താ, കാലുകളുടെ സ്മാർട്ടിങ് എന്ന് പറയുമ്പോൾ കാലുകൾ അത്രയും വേഗത്തിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സൂര്യൻ്റെ ചൂടറിഞ്ഞില്ല, അതുപോലെ എത്ര ഡിസ്റ്റൻസ് അവർ കവർ ചെയ്ത് വന്നു എന്നറിഞ്ഞില്ല, ഇനി എത്ര ഡിസ്റ്റൻസ് പോകണമെന്നും അറിഞ്ഞില്ല. ആഫ്റ്റർ സം ടൈം ഹിസ് കമ്പാനിയൻ ഹാഡ് ടു ഡൈവേർജ് അലോങ് അനദർ പാത്ത് ആൻഡ് ദ ബോയ് വൺസ് മോർ ഓൺ ഹിസ് ഓൺ. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കമ്പാനിയൻ എന്ന് പറഞ്ഞാൽ ചങ്ങാതിക്ക് ഡൈവേർജ് ചെയ്യാൻ പറഞ്ഞാൽ വ്യതിചലിക്കുക, വേറെ വഴിക്ക് പോകേണ്ടി വന്നു. അപ്പോൾ അവൻ വീണ്ടും ഒറ്റയ്ക്കായി. ഹി മിസ്ഡ് ദ വില്ലേജ് ബോയ്, ഹി കുഡ് നോട്ട് ബി സീൻ. ഹിസ് ഓൺ ഹോം വാസ് also hidden from view by the side of the mountain. The river was not in sight either. He began to feel discouraged. He was sorry he had finished the bread. He might want to later. ഇതുവരെ കാണാത്ത ആ ഒരു വില്ലേജ് ബോയ്, ആ ഒരു ഫ്രണ്ടിനെ കണ്ടൂല, അവരൊന്ന് സംസാരിച്ച് വന്നത്. അപ്പോൾ അവൻ പോയപ്പോൾ ഒരുപാട് മിസ് ചെയ്തു അവനെ. ഇനി പിന്നിലോട്ട് നോക്കുമ്പോൾ അവനവൻ്റെ വീടും കാണാനില്ല, മുന്നിലോട്ട് പോകുമ്പോൾ റിവറും കാണാനില്ല, രണ്ടെണ്ണത്തിൻ്റെ ഇടയിലായി. പിന്നെ അതുമാത്രമല്ല, ഇവൻ ഒരുപാട് ക്ഷീണിതനായി, ഒരുപാട് നടന്നു വന്നതല്ല. അപ്പോൾ അവന് തോന്നി ആ ബ്രെഡ് മുഴുവൻ കഴിക്കണ്ടായിരുന്നു എന്ന് തോന്നി. ഹി വാസ് സോറി ഹി ഹാഡ് ഫിനിഷ് ദ ബ്രെഡ്, ഹി മൈറ്റ് വാണ്ട് ഇറ്റ് ലേറ്റർ. കാരണം കുറച്ച് കഴിഞ്ഞാൽ നടന്നു കഴിഞ്ഞാൽ വീണ്ടും വിശക്കില്ലേ, ഇപ്പോഴാണെങ്കിൽ ബ്രെഡ് മുഴുവൻ കഴിഞ്ഞു, ഇനി എന്താ ചെയ്യുക.
He was determined to see the river. He walked on along the hot, dusty, stony path, past mud huts and terraced field, until there were no more field or huts, only forest and sun and loneliness. Now there was no man or any sign of man's influence, only trees, rock and bramble and flowers, only silence. ഡിറ്റർമിൻഡ് എന്ന് പറഞ്ഞാൽ നിശ്ചയിക്കുക. അപ്പോൾ അവൻ എന്തായാലും ആ റിവറിനെ, നദീനെ കാണണമെന്ന് നിശ്ചയമുള്ളതുകൊണ്ട് അവൻ വാക്ട് ഓൺ, അവൻ നടന്നു വന്ന വഴികളിൽ ഒരുപാട് ചെളികൾ, അതുപോലെ സ്റ്റോണി പാത്ത്, കല്ലുകളും പാറകളും നിറഞ്ഞ വഴികൾ, മഡ് ഹട്ട്, മൺകുടിലുകൾ, അതുപോലെ ടെറസ്ഡ് ഫീൽഡ്സ്, തട്ടുകളായിട്ടുള്ള പാടങ്ങൾ, ഇതൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും അവന് ആസ്വദിക്കാൻ പറ്റിയിരുന്നില്ല. കാരണം എന്താ, അവൻ്റെ മൈൻഡിൽ അവൻ ആ നദിയെ കാണണമെന്ന് മാത്രമായിരുന്നു. There were no more field or huts. ഇനി ഫോറസ്റ്റിലേക്ക് അടുക്കും തോറും ഒരു ഹട്ട്സും ഇല്ല. അവിടെ എന്താണ്, സൂര്യനും ഏകാന്തതയും മാത്രം. അത് മാത്രമല്ല, അവിടെ മനുഷ്യന്മാരുണ്ട്, അല്ലെങ്കിൽ മനുഷ്യന്മാരുടെ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നറിയാൻ പാകത്തിൽ ഒന്നുമില്ല അവിടെ. മുൾച്ചെടികൾ, അതുപോലെ തന്നെ ഭയപ്പെടുത്തുന്ന ഓരോ ശബ്ദങ്ങളും മാത്രമാണ് അവിടെ കേൾക്കുന്നതും കാണുന്നതും. ആമ്പിൾ എന്ന് പറഞ്ഞാൽ മുൾച്ചെടി എന്നർത്ഥം. The silence was impressive and a little frightening. സൈലൻസ് എന്ന് പറയുന്നത്, അവിടെയുള്ള നിശബ്ദത എന്ന് പറയുന്നത് മനസ്സിനൊരു സന്തോഷമൊക്കെ തരുന്നുണ്ട്. പക്ഷേ എന്താണ്, ഫ്രൈറ്റനിങ്, ഒരു പേടിപ്പെടുത്തണമുണ്ട്, ഭയപ്പെടുത്തണമുണ്ട്. ഇറ്റ് വാസ് ഡിഫറെൻറ്റ് ഫ്രം ദ സൈലൻസ് ഓഫ് എ റൂം ഓർ സ്ട്രീറ്റ്. ഒരു നഗരത്തിലെ ഒരു വഴിയോരങ്ങളിലെ അല്ലെങ്കിൽ ഒരു റൂമിലുള്ള സൈലൻസ് പോലെയല്ല, അതിൻ്റെയൊക്കെ ഒരു ഡിഫറെൻ്റ് ആണ്. ഇറ്റ് വാസ് ദ സൈലൻസ് ഓഫ് സ്പേസ്, ഒരു ഏകാന്തതയുടെ ഒരു സൈലൻസ്. ഓഫ് ദ അൺനോൺ, ദ സൈലൻസ് ഓഫ് ഗോഡ്, അല്ലെങ്കിൽ ഒരു ദൈവത്തിൻ്റെ ഒരു സൈലൻസ്. Then as the boy rounded a sharp bend, the silence broke into sound. അവൻ എന്ത് ചെയ്തു, ഒരു ചെരുവിലൂടെ, ഒരു ബെൻഡിലൂടെ അങ്ങോട്ട് റൗണ്ട് ചെയ്തപ്പോൾ എന്താണ്, സൈലൻസ്, അവിടെ അത്രയും നിശബ്ദത ആയിട്ടുള്ള സ്ഥലം എന്ത് ചെയ്തു, ആ നിശബ്ദത മുറിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത് പൊട്ടിത്തെറിച്ചുകൊണ്ട് ഒരു ശബ്ദം വന്നു. A sudden roaring sound, the sound of the river. Far down in the valley, the river tumbled over rocks. The boy gasped and began to run. He slipped and stumbled, but still he ran. Then he was ankle deep in the painfully cold winding water, and the water was blue and white and wonderful. എന്ത് ചെയ്തു, ഒരു ബ്രോക്ക് ചെയ്തിട്ടൊരു ശബ്ദം വന്നില്ലേ. ശബ്ദം എന്തിൻ്റെ ആയിരുന്നു, റിവറിൻ്റെ ശബ്ദമായിരുന്നു. ആ താഴ്വാരങ്ങളിലേക്ക് ഇങ്ങനെ ഒഴുകി വരുന്ന വെള്ളത്തിൻ്റെ ശബ്ദമാണ് നമ്മൾ കേട്ടിരുന്നത്. അപ്പോൾ ആ കുട്ടി എന്ത്, ഗ്യാസ്പിഡ് എന്ന് പറഞ്ഞാൽ നെടുവീർപ്പിട്ടു. കാരണം നെടുവീർപ്പിട്ട് ഓടി, കാരണം നദീനെ കണ്ടില്ല അവസാനം. അവൻ കുറേ സ്ലിപ്പ് ചെയ്ത് വീഴാനൊക്കെ പോയി. പക്ഷേ എന്ത് ചെയ്തു, അവനെ ആ നദിയെ കാണണം എന്നുള്ളൊരാഗ്രഹം, ആഗ്രഹത്തോട് കൂടിയിട്ട് അവൻ അങ്ങോട്ട് ചെന്നു. അവൻ്റെ ആങ്കിൾ എന്ന് പറയുമ്പോൾ കണ്ണങ്കാൽ വരെ, നമ്മുടെ കാലിൽ കണ്ണങ്കാൽ വരെ ആ വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ തണുപ്പ് അവൻ ആസ്വദിച്ചു തുടങ്ങി. ആ വെള്ളത്തിന് എന്ത് കളറാണ്, ഒരു വൈറ്റ്, ഒരു ബ്ലൂ കളറൊക്കെയാണ് വരുന്നത്. കാരണം എന്താ, നമ്മുടെ ആകാശത്തിൻ്റെ കളറ് അതിങ്ങനെ ആ മിറർ പോലെ വെള്ളത്തിലിങ്ങനെ കാണുന്നുണ്ടായിരുന്നു. ആ കുട്ടിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ആ മലയ്ക്ക് അപ്പുറത്തുള്ള നദീനെ കാണണമെന്ന്. അപ്പോൾ ഇതിലെ ഓരോ വരികളും നമ്മുടെ പ്രകൃതി, നമ്മുടെ ഫോറസ്റ്റ് എത്ര മനോഹരമാണെന്ന് കാണിക്കുന്ന ഓരോ വരികളും ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മീനിങ്സ്, ഓരോ വാക്കുകളും ന്യൂ വേർഡ്സാണ്, നിങ്ങൾ കേൾക്കാത്ത വാക്കുകളുണ്ട്. അപ്പോൾ അതിൻ്റെ മീനിങ് ഞാൻ അവസാനം കൊടുക്കുന്നുണ്ട്. ഇതിലെ ആക്ടിവിറ്റീസ് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. 7th സ്റ്റാൻഡേർഡിൻ്റെ എല്ലാ സബ്ജക്റ്റിൻ്റെയും ക്ലാസ്സസ് നമ്മൾ ഈ ചാനലിൽ ഇടുന്നതായിരിക്കും. സോ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. താങ്ക്